ത്തിൽ മദ്യപാനം തുടങ്ങിയ കാലഘട്ടങ്ങൾ എനിക്ക് വളരെ രസകരമായിരുന്നു. ഒരു ഫുൾ കുപ്പി ബ്രാൻഡി കുടിച്ചാലും ഞാൻ വീണു പോവില്ല. മറ്റുള്ള മദ്യപാനികളെ കുറ്റം പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ ഹോബി. ആരോടും, എത്ര ആരോഗ്യമുള്ളവനോടും എത്ര സാമ്പത്തികമുള്ളവനെയും ഞാൻ കാണുന്ന നിസ്സാരമട്ടില്ലായിരുന്നു. ഇവരോടെല്ലാം എനിക്ക് പുച്ഛമായിരുന്നു. ഞാനൊരു മഹാസംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ദൈവം എന്നെ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ കൂട്ടായ്മയിൽ വരുമ്പോൾ എൻ്റെ പഴമക്കാരൊക്കെ ഷെയർ ചെയ്യുന്നത് എനിക്കത്ര രസകരമായ ഒരു സംഭവമല്ലായിരുന്നു. കാരണം ഇവരെല്ലാം നുണ പറയുന്നവരാണ്, ഇവരെല്ലാം നുണ പറഞ്ഞ് പറ്റിക്കുന്നതാണ്, ഇവരെല്ലാം ശമ്പളക്കാരാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഒരു 90 മീറ്റിംഗ് കൂടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം മദ്യാസക്തരാണെന്നും ഇതൊരു രോഗമാണെന്നും ആ മദ്യപാനത്തിൻ്റെ അവസ്ഥയിൽ അവർ കാട്ടിക്കൂടുന്ന കഥകൾ ഞങ്ങളെപ്പോലെയുള്ള നവാഗതർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവർ പറഞ്ഞു തരുന്നതാണെന്നും എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഈ മദ്യപാനത്തിൽ നിന്നും ഒന്ന് വിട്ടു നിൽക്കാൻ. എന്തുകൊണ്ട് എനിക്കത് സാധിച്ചില്ല? ഓരോ ദിവസവും ഞാൻ ചിന്തിക്കും, ഭഗവാനെ, ദൈവമേ, ഈ നശിച്ച കുടിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ. പക്ഷേ എനിക്കത് കഴിഞ്ഞില്ല. ഒരു 6 മണി 7 മണി അല്ലെങ്കിൽ മുൻപേ 5 മണി എന്നൊക്കെ സമയമാകുമ്പോൾ ഇന്നൊരു 1.5 പെഗ്ഗൂടെ കഴിച്ച് ഈ പടം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് കഴിഞ്ഞിട്ടില്ല. 37-40 കിലോ തൂക്കമുള്ള ഞാൻ ആന വന്നാലും പിടിച്ചു നിർത്താമെന്നുള്ള രീതിയിൽ പെരുമാറി. ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് കേസുകളുണ്ടായി, മദ്യം കഴിച്ച കേസുണ്ടായി, അടിപിടി കേസുകളുണ്ടായി. നാട്ടിലും വീട്ടിലുമെല്ലാം ഞാൻ പ്രശ്നക്കാരനായിരുന്നു. ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ തന്നെ എന്നെ അറിയുന്ന കടക്കാർക്ക് ഞാനൊന്ന് എത്രയും വേഗം പോയാൽ മതി എന്നോർത്ത് ചായ വേഗം കൊണ്ടുവന്ന് വയ്ക്കുന്നു. അവിടെയും ഞാൻ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ നാട്ടിലും വീട്ടിലുമൊക്കെ ഞാനൊരു ശല്യക്കാരനായൊരു കാലഘട്ടം, മദ്യം കഴിക്കുന്ന കാലഘട്ടം. പക്ഷേ ഇന്ന് എനിക്ക് ചിന്തിക്കുവാൻ എൻ്റെ കൂട്ടായ്മ എന്നെ പഠിപ്പിച്ച ഒരുപാട് കഥകളുണ്ട്. എൻ്റെ കൂട്ടായ്മ എന്ന് ഞാൻ പറയുന്നത് ഒരു സ്വാർത്ഥതയല്ല, എൻ്റെയാണ്. ഈ ലോകത്തിൽ എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റെയാണ്, എൻ്റെ കൂട്ടായ്മയാണ്. ഞാൻ ഒരു 1.5 കൊല്ലം 2 വർഷമൊക്കെ ആകുമ്പോഴും യിലുള്ള മറ്റുള്ള ആളുകളെ കുറ്റം പറയുക, അതെല്ലാം അവരെ അധിക്ഷേപിക്കുക, ഇതൊക്കെ എൻ്റെ സ്വഭാവമായിരുന്നു. പക്ഷേ ഓരോ എൻ്റെ വീടെന്ന് പറയുമ്പോൾ ആണ്. എൻ്റെ ആ കുടുംബത്തിലുള്ള ഓരോ സഹോദരന്മാരും എനിക്ക് നന്മകൾ മാത്രം പറഞ്ഞു തന്നു. എനിക്കിന്ന് വിദ്വേഷമില്ല, എനിക്കാരോടും പകയില്ല, എനിക്കാരോടും വാശിയില്ല. കൂട്ടായ്മയിൽ വന്നാൽ ഞാൻ കാണുന്നതെല്ലാം ഒരേ മുഖത്തോടെയാണ്. എനിക്ക് വലിയവനോ ചെറിയവനോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു മദ്യപാനിയാണ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും മദ്യാസക്തരാണ്. അംബാനിയും ഞാനും മദ്യം കഴിച്ചാൽ ഒന്ന് തന്നെ, ഒരേ മോഡല്. സ്കോച്ച് കഴിക്കുന്നവനും വിക്ടോറിയ കഴിക്കുന്നവനും ഒരേ പ്രപഞ്ചക്കാരാണ്, ഒരേ രീതിയിൽ പെരുമാറുന്നവരാണ്, മോശക്കാരായി പെരുമാറുന്നവരാണ്, കുടുംബത്തിൽ സ്വസ്ഥ കൊടുക്കാത്തവരാണ്. ഇതെല്ലാം എനിക്കറിയാമെന്ന് പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ചതാണ്. കൂട്ടായ്മ പഠിപ്പിച്ച ഒരുപാട് കഥകളുണ്ട്. കൂട്ടായ്മയിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചത്. ചെറിയ ആക്സിഡൻ്റൊന്നുമല്ല, ഭയങ്കരമായ ആക്സിഡൻ്റായിരുന്നു. എൻ്റെ എളിയും കാലും 6ാം വാരിയെല്ലാം ഒടിഞ്ഞ് ശ്വാസകോശം ചുരുങ്ങി കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ 1 മാസം ബോധമില്ലാതിരുന്നു. ബോധം തെളിഞ്ഞപ്പോഴും ഞാൻ ചോദിച്ചത് കൂട്ടായ്മ എന്നാരും വന്നില്ലേ എന്നാണ്. കാരണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ ദിവസത്തെ ആ നശിച്ച കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ സഹായിച്ച എൻ്റെ ദൈവത്തോടും എൻ്റെ കൂട്ടായ്മയോടും ഞാൻ നന്ദിയുള്ളവനാണ്. ഇതൊരു വെറും വാക്കല്ല, വേദനയോടെ ഷെയർ ചെയ്യുന്നതാണ്. വേദനയോടെ ഞാൻ എൻ്റെ കൂട്ടായ്മയിൽ ആര് പറഞ്ഞാലും ഇന്ന് ഈ വീഴ്ചയ്ക്ക് ശേഷം എൻ്റെ ഒരു പഠനമാണ്. എനിക്ക് പഠിക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് മാതൃകയാകാൻ വേണ്ടി ദൈവം തന്നതാണ്. ഞാൻ ദൈവത്തിനെ ഒരിക്കലും പഴിചാരുകയില്ല. ദൈവത്തിനെ പഴിചാരാൻ എനിക്ക് സാധ്യമല്ല. കാരണം
ഞാൻ അത്രമാത്രം തെറ്റുകൾ ചെയ്തവനാണ്. മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ദ്രോഹങ്ങൾ, എന്ത് ചെയ്താലും ഞാൻ നന്മ കാട്ടിയെന്ന് വാശി കാണിച്ചുകൊണ്ട് നടന്ന ഈ കുടിയന് ഈ ഒരു ആക്സിഡൻറ്റിൽ തിരികെ ജീവൻ നൽകി തമ്പുരാൻ. ഇന്ന് തീർച്ചയായിട്ടും ഞാൻ കൂട്ടായ്മയിൽ ചെന്നാൽ അവിടെ ഒരുപാട് സഹോദരന്മാരുണ്ട്. അവരെല്ലാം ഞാൻ ആദ്യമേ കൂട്ടായ്മ വന്നതുപോലെ കാണിക്കുന്ന ചില പ്രവർത്തികളുണ്ട്. ഇതൊന്നും ഞാൻ ഷെയർ ചെയ്യാൻ, ഞാൻ അവരെ കുറ്റപ്പെടുത്താനോ, അവരോട് സ്നേഹത്തോടെ പറയും, നമ്മളാ ചെയ്യുന്നത് തെറ്റല്ലേ, നമുക്കത് തിരുത്തിക്കൂടെ എന്നല്ലാതെ അവരെ കുറ്റം പറയാനോ ഒരു ഏഴക്കാരുടെ കുറ്റവും മറ്റൊരാളോടും പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം എനിക്ക് കിട്ടിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് എയിൽ നിന്നും. ഇന്ന് ഞാൻ തൃപ്തനാണ്. വേദന എൻ്റെ ഒരു സഹോദരനാണ്. ഇപ്പോൾ ഞാൻ വേദന അനുഭവിക്കുന്ന ഒരാളാണ്. കൈക്കും കാലിനും എല്ലാം വേദനയാണ്. ഞാൻ ഈ കൂട്ടായ്മയിൽ ഈ വേദന വെച്ചുകൊണ്ട് ഞാൻ ആഴ്ച 2-3 ദിവസങ്ങളിൽ പോകാനുള്ള ശേഷിയേ ഇപ്പോൾ ഉള്ളൂ. കാരണം എനിക്ക് വാഹനം ഓടിക്കാൻ മേല, മറ്റാരുടെയും സഹായം വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ ആഴ്ചയിൽ 3 ദിവസവും 2 ദിവസമാക്കിയത്.